ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൻ്റെ ക്വിക്ക് സെറ്റിംഗ്സിനകത്ത് ക്വിക്ക് ഷെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ചില ഫോണുകളിൽ നിയർ ബൈ ഷെയർ എന്നാണ് ഈ ഓപ്ഷന് പേരുണ്ടാകുക. ഒരു ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൽ നിന്ന് മറ്റൊരു ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിലേക്ക് എത്ര വലിയ ഡാറ്റയായാലും എത്ര കുറേ ഫയലുകളായാലും വളരെ വേഗത്തിൽ പേര് പോലെ തന്നെ ക്വിക്കായി നമുക്ക് ഫയലുകൾ ഷെയർ ചെയ്യാനാണ് ഈ ഒരു ഓപ്ഷൻ നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷനെ കുറിച്ച് അറിയാത്ത ഒരുപാട് പേരുണ്ട്. അവരെന്താ ചെയ്യുക, പ്ലേ സ്റ്റോറിൽ നിന്ന് ഷെയർ ഇറ്റ്, ഷെയർ മീ, അതുപോലെ തന്നെ ഫയൽ ഷെയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫയൽ ഷെയർ ചെയ്യാൻ സഹായിക്കുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്. ഇത്തരം ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കാറ്. എന്നാൽ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ക്വിക്ക് ഷെയറിലൂടെ വളരെ പെട്ടെന്ന് തന്നെ ഫയലുകൾ ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഇതൊക്കെ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ തന്നെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ കുറേ എണ്ണം വന്ന് കമൻറ്റ് ബോക്സിൽ ഇതൊക്കെ എനിക്ക് പണ്ടേ അറിയുന്നതാണെന്നുള്ള കമൻറ്റ് വരും. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഓക്കെ, അപ്പം നമ്മുടെയൊക്കെ ക്വിക്ക് സെറ്റിംഗ്സിനകത്താണ് ഈ ക്വിക്ക് ഷെയർ എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നത്. ചില ഫോണിൽ ഞാൻ പറഞ്ഞല്ലോ നിയർ ബൈ ഷെയർ എന്നാണ് ആ ഓപ്ഷൻ ഉണ്ടാകുക. അപ്പോൾ നിങ്ങളുടെ ക്വിക്ക് സെറ്റിംഗ്സിനകത്ത് എവിടെയെങ്കിലും ഈ ഓപ്ഷൻ ഉണ്ടാവും. എവിടെയും കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ ക്വിക്ക് സെറ്റിംഗ്സിനകത്ത് ആഡ് ചെയ്യുന്ന ഓപ്ഷനിൽ എന്തായാലും നിങ്ങൾക്ക് ക്വിക്ക് ഷെയറിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ചില ഫോണിൽ ഐക്കൺ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കണം. ഇപ്പോൾ എൻ്റെ രണ്ടാമത്തെ ഫോണിൽ ഐക്കൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യ തവണ ഇത് സെറ്റ് ചെയ്തെടുക്കുമ്പോൾ പെർമിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ എൻ്റെ ക്വിക്ക് ഷെയർ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് കൊടുക്കണം. ബ്ലൂടൂത്ത് വഴി ഫയൽ ഷെയർ ചെയ്യാനല്ല, ബ്ലൂടൂത്ത് വഴിയാണ് ഇത് കണക്റ്റ് ആവുന്നത്. പക്ഷേ വളരെ വേഗത്തിൽ നമുക്ക് എക്സെൻഡറും ഷെയർ ഇറ്റ് പോലെയൊക്കെ ഫയൽ ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ സെൻഡ് റിസീവ് എന്ന് പറഞ്ഞ് രണ്ട് ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് റിസീവ് ആണെങ്കിൽ റിസീവ് ഓപ്ഷനിൽ തന്നെ നിലനിർത്താം. മറ്റൊരു ഫോണിൽ നിന്ന് സെൻഡ് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് ഫയൽ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ സെൻഡ് ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഫയൽ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് നിങ്ങൾ അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഫയൽ മാനേജർ ഓപ്പൺ ആകും. അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് എന്താണ് ഫോട്ടോ, വീഡിയോ, സിനിമ എന്താണ് വേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് എത്ര ഫയൽ വേണമെങ്കിലും മാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. വേണ്ടതൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് മുകളിൽ നിങ്ങൾക്ക് സെലക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാർക്ക് ചെയ്തതൊക്കെ ഇതുപോലെ സെലക്റ്റഡ് ആയിട്ട് ഇവിടെ കാണിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെയല്ല, ഗാലറിയിൽ നിന്നും ഫയലുകൾ ഡയറക്റ്റ് നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾ ഗാലറി ഓപ്പൺ ചെയ്തിട്ട് ഗാലറിയിൽ നിന്ന് ഏത് ഫോട്ടോ ആണ്, വീഡിയോ ആണ് വേണ്ടത് ഇതുപോലെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൻഡ് കൊടുക്കുന്ന സമയത്ത് അതിൽ ക്വിക്ക് ഷെയറിൻ്റെ ലോഗോ കൂടി ഇതിൽ കാണാൻ സാധിക്കുന്നതാണ്. ക്വിക്ക് ഷെയർ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ താഴെയുള്ള ഓപ്ഷനിൽ എവിടെയെങ്കിലും ക്വിക്ക് ഷെയറിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. ഇതുപോലെ ഫോണിൽ നിന്ന് എവിടെ നിന്ന് നിങ്ങൾ ഷെയർ കൊടുക്കുന്ന സമയത്തും അതിൽ ക്വിക്ക് ഷെയറിൻ്റെ ഓപ്ഷൻ കൂടി ഉണ്ടാവും. അങ്ങനെയും ഷെയർ ചെയ്യാം. ഞാനിപ്പോൾ ഓൾറെഡി ഫയൽ മാനേജറിൽ നിന്ന് സെലക്ട് ചെയ്തല്ലോ. ഇനി സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഏത് ഫോണിലേക്കാണ് സെൻഡ് ചെയ്യേണ്ടത് അതിലും ക്വിക്ക് ഷെയർ ഓപ്പൺ ചെയ്യണം. അതിൽ ക്വിക്ക് ഷെയർ ഓപ്പൺ ചെയ്തിട്ട് നേരത്തേതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കണം. ബ്ലൂടൂത്ത് ഓൺ ചെയ്യുന്നതോടെ രണ്ടാമത്തെ ഫോൺ സ്കാൻ ചെയ്തിട്ട് ആ ഫോണിൻ്റെ വിവരങ്ങൾ കണ്ടെത്തി ഇതുപോലെ കാണിക്കുന്നതാണ്. നിങ്ങൾ ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ സെൻഡ് ചെയ്ത ഫോണിലേക്ക് ഇതുപോലെ പിന്ന് കാണിക്കുന്നതാണ്. അത് ആക്സെപ്റ്റ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഫോണിലുള്ള ഫയലൊക്കെ രണ്ടാമത്തെ ഫോണിലേക്ക് ഷെയർ ആയിക്കൊള്ളും. നമ്മൾ ഷെയർ മീ, ഷെയർ ഇറ്റ്, എക്സെൻഡറൊക്കെ ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് വളരെ വേഗത്തിൽ സിനിമകളും ഡാറ്റകളും ഒക്കെ നമുക്ക് മറ്റൊരു ഫോണിലേക്ക് അതിവേഗത്തിൽ ഷെയർ ചെയ്യാം. ഇപ്പം കാണാം എല്ലാ ഫയലും അടുത്ത ഫോണിലേക്ക് സെൻഡ് ആയിട്ടുണ്ട്. പിന്നെ ആദ്യ തവണയൊക്കെ ഉപയോഗിക്കുമ്പോൾ രണ്ടാമത്തെ ഫോണിൽ ഡീറ്റെയിൽസ് കാണിക്കാതിരിക്കുക, കണക്ട് ചെയ്യാൻ സമയമെടുക്കുക, അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ സ്ഥിരമായിട്ട് നിങ്ങൾ രണ്ട് ഫോണിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഫയലുകൾ ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫയൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്ന ഏതെങ്കിലും സാഹചര്യത്തിൽ രണ്ടാമത്തെ ഫോണിലെ വിവരങ്ങൾ നമ്മുടെ ഫോണിൽ ലഭിക്കുന്നില്ലെങ്കിൽ ഇവിടെ QR കോഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്. QR കോഡ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് രണ്ടാമത്തെ ഫോണിലെ ക്യാമറയിലൂടെയോ അല്ലെങ്കിൽ ഗൂഗിളിൽ തന്നെ ക്യാമറ ഓപ്ഷൻ ഉണ്ട് അതിലൂടെയോ അല്ലെങ്കിൽ QR കോഡ് സ്കാനറിലൂടെയോ ഒക്കെ നമുക്ക് ആ ഫോൺ സ്കാൻ ചെയ്തിട്ട് അതിലെ ഫയലുകൾ നമ്മുടെ ഫോണിലേക്ക് ശേഖരിക്കാനും സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.